കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട ദൃശ്യാക്കൊലക്കേസ് പ്രതി വിനീഷിനെ അങ്ങനെ ഒടുക്കം വീണ്ടും റിമാൻഡ് ചെയ്തു. ജില്ലാ ജയിലിലേക്ക് മാറ്റിയ പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെത്തിച്ചാകും തെളിവെടുക്കുക. എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയാനാണ് തെളിവെടുപ്പ്. മുംബൈയിൽ നിന്ന് പിടിയിലായ വിനീഷിനെ ഇന്നലെയാണ് കോഴിക്കോട് എത്തിച്ചത്. കപ്പൽ മാർഗം വിദേശത്തേക്ക് കടക്കാനായിരുന്നു വിനീഷിന്റെ പദ്ധതി. എന്നാൽ ഇതിനിടെ പോലീസിന്റെ വലയിലാവുകയായിരുന്നു. ഇനിയെങ്കിലും വഴുതി പോവാതെ മുറുക്കി പിടിച്ചേക്കണം വിനീഷിനെ. ഡിസംബർ 28 പ്രതി വിനീഷ് കോഴിക്കോട് കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയത്. പോലീസിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രതയാണ് വിനീഷ് പുലർത്തിയത്. മുംബൈയിലേക്ക് കടന്ന ഇയാൾ പലവിധ ജോലികൾ ചെയ്ത് കെ ചാർലി എന്ന പേരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പ്രതിയെ പിടികൂടാനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയെങ്കിലും പരിശോധിച്ച CCTV ക്യാമറകളിൽ ഒന്നും പ്രതിയുടെ തുമ്പ് പോലും ലഭിച്ചില്ല. തുടർന്ന് അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചു. 4 ഭാഷകളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാനും നാട്ടിലെ ആരെയും ബന്ധപ്പെടാതിരിക്കാനും വളരെയധികം ശ്രദ്ധിച്ച പ്രതി ഒരു ദിവസം ബന്ധുവിനെ വിളിക്കാനായി മൊബൈൽ ഫോൺ ഓണാക്കിയതോടെയാണ് പോലീസിന് ടവർ ലൊക്കേഷൻ കിട്ടിയത്. തുടർന്ന് പ്രത്യേക സംഘം മുംബൈയിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് മാറ്റി. അതിവിദഗ്ധമായി ഇരുമ്പ് കമ്പി കൈവശപ്പെടുത്തി ദിവസങ്ങളെടുത്താണ് ചുമര് തുറന്നതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ആശുപത്രി ജീവനക്കാർ വരുമ്പോൾ അസഭ്യം പറഞ്ഞും അക്രമ സ്വഭാവം കാണിച്ചും ഓടിച്ചു. അങ്ങനെ ദൗത്യം തുടർന്നു. സമയമെത്തിയപ്പോൾ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്തു ചാടി. ഓട്ടോയിൽ കയറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി മംഗലാപുരത്തേക്കും അവിടെ നിന്നും വിവിധ സംസ്ഥാനങ്ങളിലേക്കും സഞ്ചരിച്ചു. കപ്പൽ മാർഗം വിദേശത്തേക്ക് കടക്കാനായിരുന്നു വിനീഷിന്റെ പദ്ധതി. എന്നാൽ ഇതിനിടെ പോലീസിന്റെ വലയിലാവുകയായിരുന്നു. ജയിൽ ചാടാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷ ശക്തമാക്കിയ ബ്ലോക്കിലായിരുന്നു വിനീഷിനെ പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ പ്രതി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കണക്കുകൂട്ടി. പല കാരണങ്ങൾ പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുമെന്നും പോലീസ് പറയുന്നു. അതിനുവേണ്ടിയുള്ള അഭിനയമാണോ മാനസിക രോഗിയെ പോലെ പെരുമാറുന്നത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. മുമ്പ് ഇയാളുടെ കൂടെ സഹവസിച്ചവരിൽ നിന്നും അത്തരത്തിലുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യയെ കൊലപ്പെടുത്തിയ രീതിയും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് തെളിയിക്കുന്നതാണ്. 2021 ജൂൺ 17 വിനീഷ് ദൃശ്യയെ കുത്തിക്കൊലപ്പെടുത്തിയത്. തടയാനെത്തിയ ദൃശ്യയുടെ സഹോദരിക്കും പരിക്കേറ്റിരുന്നു. പ്രണയം നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണം. ദൃശ്യയുടെ അച്ഛന്റെ കടയ്ക്ക് തീയിട്ട് ശ്രദ്ധ തിരിച്ചതിനു ശേഷമായിരുന്നു കൊലപാതകം. ദൃശ്യയെ കൊലപ്പെടുത്തിയതിനു പിറകെ കുടുംബത്തെയാകെ ഇല്ലാതാക്കുമെന്ന വിനീഷ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും പ്രതിയെ കണ്ടെത്തുമെന്ന ദൃശ്യയുടെ കുടുംബത്തിന് നൽകിയ ഉറപ്പു കൂടിയാണ് പോലീസ് പാലിച്ചത്. 104 ദിവസമാണ് പ്രതി പോലീസിനെ വട്ടം കറക്കിയത്. വിനീഷ് മൊബൈൽ ഫോണും മറ്റും ഉപയോഗിക്കാതിരുന്നതിനാൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നത് അപ്രായോഗികമായിരുന്നു. ഇതോടെ പോലീസിന് പരമ്പരാഗത രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് തിരിയേണ്ടി വന്നു. പഴുതടച്ച അന്വേഷണത്തിലൂടെ ഒടുവിൽ പ്രതി വലയിലായി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ദൃശ്യയുടെ ബന്ധുക്കൾ ഭീതിയോടെയാണ് കഴിഞ്ഞിരുന്നത്. പ്രതിയെ പിടികൂടിയതോടെ കുടുംബത്തിനും ആശ്വാസമായിരിക്കുകയാണ്. 24 കോഴിക്കോട്. കുതിരവട്ടത്ത് കയറിപ്പറ്റാൻ മാനസിക വിഭ്രാന്തി അഭിനയിച്ചതാണെങ്കിൽ ആ നരാധമൻ ചില്ലറക്കാരൻ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ഓസ്കാർ കൊടുക്കേണ്ട ഐറ്റമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.